പെന്തക്കോസ്തുകാരാ, ഹേ ദൈവമകൻ എന്ന് അവകാശപ്പെടുന്നവനെ, നമ്മൾ ലഘുവായി കാണുന്ന പാപങ്ങൾ ഇന്ന് എത്രയധികം. കള്ളം പറയുന്നത് ഒരു വിഷയമല്ല, ദുർനടപ്പ് ഒരു വിഷയമല്ല, ദ്രവ്യാഗ്രഹം ഒരു വിഷയമല്ല. പ്രൈസ് ഗോഡ്. എല്ലാം അങ്ങ് ലഘുവായി കാണുകയാ. പക്ഷെ പിലിപ്പുണ്ടായിരുന്ന കാലത്ത് കൂടെ ആ ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാപത്തെ പാപമെന്ന് പറയണം. പ്രൈസ് ഗോഡ്. അതിനുള്ള നട്ടെല്ല് വേണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്ക. എത്ര നാട്ടു നടപ്പാണെങ്കിലും, എല്ലാവരും കണ്ണടയ്ക്കുന്ന വിഷയമാണെങ്കിലും, ദൈവത്തിന്റെ വചനത്തിന്റെ ഗ്രാഹ്യമുള്ളവൻ ദൈവം വിശുദ്ധനാകിയാൽ അവനെ പോലെ വിശുദ്ധനാകുവാൻ നമ്മൾ ഉത്സാഹിക്കണം. തന്ത്രമറിയണം. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് അവന്റെ തന്ത്രത്തെ കുറിച്ചുള്ള അറിവുണ്ടാകണം. പ്രൈസ് ഗോഡ്. പാപത്തെ പാപമല്ലാതാക്കുന്ന, ലഘുവായി കാണുന്ന, അശുദ്ധിയെ അശുദ്ധിയായി കാണുവാൻ കഴിയാത്ത ആ സ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച പിശാചിന്റെ തന്ത്രം തിരിച്ചറിയണം. അടുത്ത തന്ത്രം പിശാചിന്റെ, ആരെയെങ്കിലും ഒന്ന് പാപത്തിന് പിടിച്ചാൽ, ഒന്ന് പരസ്യമായി കഴിഞ്ഞാൽ, പിന്നെ അവനോട് ആയുസിൽ ക്ഷമിക്കാതെ അവൻ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് പോകണ്ട, അവനുമായിട്ടൊരു ബന്ധം ഈ ജന്മത്തിലില്ല എന്ന് പറഞ്ഞ് അവനെ തുച്ഛീകരിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുവാനുള്ള അക്രൂര മനോഭാവം. പ്രൈസ് ഗോഡ്. അതും പിശാചിന്റെ തന്ത്രമാ. സ്തോത്രം. വിശുദ്ധി പറഞ്ഞ് നമ്മുടെ കൂട്ടുസഹോദരനെ ഒറ്റപ്പെടുത്താൻ നമുക്ക് അനുവാദമില്ല. പ്രൈസ് ഗോഡ്. വിശുദ്ധി പറഞ്ഞ് നമ്മുടെ അനുദപിച്ച കൂട്ടു സഹോദരനെ, കണ്ണുനീരൊഴുക്കുന്ന കൂട്ടു സഹോദരനെ തള്ളിക്കളയുവാൻ നമുക്ക് അനുവാദമില്ല. ഞങ്ങളെ തിയോളജി പഠിപ്പിച്ചപ്പോൾ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ഇപ്രകാരം ഞങ്ങളുടെ അധ്യാപകൻ പഠിപ്പിച്ചു, വേദപുസ്തകത്തിൽ മുടക്കാൻ പ്രമാണമേ ഇല്ലെന്ന്. ഞങ്ങൾ അന്താളിച്ചു പോയി, അങ്ങനെയുണ്ടോന്ന്. അദ്ദേഹം പറഞ്ഞു, മുടക്കുന്നത് പോലും തിരിച്ചെടുക്കാനാ. മുടക്കുന്നതിന്റെ വരെ ഉദ്ദേശം എന്തുവാ? അവൻ അനുദപിക്കണം, അവൻ ഏറ്റുപറയണം, അവൻ കരയണം. അതിനാ മുടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? അങ്ങനെ കരയുമ്പോൾ അവൻ യഥാസ്ഥാനപ്പെടും. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, പിശാചിന്റെ തന്ത്രം നാം അറിയാത്തവരല്ലല്ലോ. ഈ പിശാചിന്റെ തന്ത്രം നാം ഒന്ന് തിരിച്ചറിയണം. പ്രിയ ദൈവമക്കളെ, സാധാരണ വിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്. ദൈവസഭയ്ക്ക് അധ്യക്ഷത ചെയ്യുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ ഇനിയെങ്കിലും ഒന്ന് ഉണരണം. നമ്മുടെ തെറ്റ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ദോഷം